ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദാവീദ് എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആരെ ഗൈസ് റെഡി? ബാ. ദാവീദ് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ RDX എന്ന സിനിമയിൽ ഈ ഇടിയുടെ പഞ്ച്, ഈ ബെസ്റ്റ് എന്താ പറയാ, ഇടിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഔഫ് എന്ന് തോന്നുന്ന ആ ഒരു ഫീല്, ആ ഫീല് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കുറേ സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഫീല് കിട്ടിയിട്ടില്ല. ഇടി എന്നൊക്കെ പറഞ്ഞാൽ നെഞ്ചാങ്കൂട് പൊളിയുന്ന ഒരു ഇടിയുടെ ആ ഫീല് അവിടെ കൊടുക്കും, സ്ക്രീനിൽ കൊടുക്കുമ്പോൾ കാണുന്ന ഓഡിയൻസിനും അതിൻ്റെ ഫീല് കിട്ടണം. അതുപോലെ വേണം ചെയ്യാൻ. പക്ഷെ ഇതിലെനിക്ക് ആ ഫീൽ, അവൻ അടിച്ചപ്പോൾ അടിച്ചു എന്നാണ് തോന്നിയത്. അല്ലാതെ ഇടിച്ച ആ പവർ, അതിൻ്റെ ആ ഒരു സംതിങ്, BGM ആയാലും സീൻ എടുത്തതായാലും എഡിറ്റിംഗ്, കട്ടിങ്, അതൊന്നും എൻ്റെ മനസ്സിൽ അത്ര പഞ്ചായിട്ട് കൊണ്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ നല്ല മാസ് കാണിക്കുന്നുണ്ട്. മാസ് കൂടി വരുമ്പോൾ അവർ അങ്ങനെ താത്തി വരുന്നു. അങ്ങനെ കുറച്ച് പിടിച്ചു നിർത്തുന്ന കുറച്ച് പരിപാടികളൊക്കെ ഈ സിനിമയിൽ അവർ ഫസ്റ്റ് ഹാഫ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഓക്കെ ആയിരുന്നു. അത്യാവശ്യം ബോറൊന്നും അടിച്ചില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആയോധന കലകളിൽ അതിസമർത്ഥനായിരുന്ന അയാൾ സകല രാജ്യങ്ങളും കീഴടക്കിയ ശേഷം ഇസ്രായേലിന്റെ അതിർത്തിയിലും. ഇന്റർവൽ പഞ്ച് പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ഇന്റർവൽ പഞ്ചായിരുന്നു. അത് അത്യാവശ്യം നല്ല മാസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത്, എന്താ പറയുക, ഇതിങ്ങനെ ഗ്രാഫ് മോളോട്ട് പോകുന്ന പോലെയാണ് അവർ സെറ്റ് ചെയ്തേ. പക്ഷെ എനിക്ക് അതൊന്നും തോന്നിയില്ല. കാരണം അതുപോലത്തെ പഞ്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് പല സിനിമകളിലും കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ പഞ്ച് ഉണ്ടായില്ല. I can smell fear in my opponent. I can see the fear in their eyes. ഇന്റർവൽ പഞ്ച്, ഇന്റർവെലിന് ശേഷം എന്ന് പറയുമ്പോൾ അവന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ, അത് ഫ്ലാഷ് ബാക്കിൽ കാണിച്ച പെപ്പയുടെ ഹാർഡ് വർക്ക് അത് ശരിക്കും കാണാനുണ്ട്. ഇതിനു വേണ്ടി ഫിറ്റ്നസ്സിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അത്രയ്ക്കും കിടുകിടിലമായുള്ള ഫിറ്റ്നസ്സിൽ പെപ്പ വന്നപ്പോൾ ജസ്റ്റ് ഞാൻ തന്നെ കിടിലും. പക്ഷെ ഫ്ലാഷ് ബാക്ക് അത്ര നല്ല ടോക്സിക് ലെവലിലേക്ക് നല്ല ഒരു 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 ടൈപ്പ് ഓഫ് എന്താ പറയുക, ഗ്രാഫ് ശരിക്കും മുകളിലോട്ട് പോയിട്ടുണ്ട്. അതെനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. അവൻ്റെ ആ മാസ് ഫൈറ്റ് അതൊക്കെ കുറച്ച് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോക്ക് പോയെന്നേ. പിന്നെ ക്ലൈമാക്സ് എത്തുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കും. ഇതിങ്ങനെ പോയി 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 പെപ്പയും പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുള്ള് പിന്നെ പെപ്പയും വിജയരാഘവന്റെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. വിജയരാഘവന്റെ ക്യാരക്ടർ പറയാനില്ല മക്കൾ, അത് കിടിലൻ ക്യാരക്ടർ തന്നെയാണ്. പുള്ളി ഇടയായിട്ട് എല്ലാം വരുന്ന കുറേ സിനിമ, റൈഫ ക്ലബ് ആയാലും പിന്നെ ഒരുപാട് സിനിമയിലും പുള്ളി ഒരു നല്ല വീരസാഹസ്യ പ്രകടനങ്ങൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളിയുടെ ആ ക്യാരക്ടർ ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൽകി അടിയറവ് പറയാത്ത രാജാവിനോട് അയാൾ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിന്റെ ക്ലൈമാക്സ് പറയുകയാണെങ്കിൽ ക്ലീഷയാക്കാതെ അതിനെ വേറൊരു രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചു. ക്ലീഷയാണ്, പക്ഷെ എന്നാലും ക്ലീഷയല്ല, ഓക്കെ ഓക്കെ എന്ന ലെവലിൽ അവർ അതിനെ അവസാനിപ്പിക്കുകയും ചെയ്തു. നമ്മളിടിച്ച് ഷേപ്പ് മാറ്റുന്നൊക്കെ വെറുതെ പറയാറുള്ളൂ, അവനത് ചെയ്യണോനാ. ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്കൊരു ആവറേജ് ഫിലിമായിട്ടാണ് തോന്നിയത് ഈ സിനിമ. എടുത്തു പറയത്തക്ക വിധമുള്ള ആകെ വിജയരാഘവന്റെ ക്യാരക്ടറാണ് എടുത്തു പറയാനുള്ളത്. കാരണം അത് നല്ല പീക്ക് ലെവൽ സാധനം തന്നെയായിരുന്നു. ഒരു ഹുക്ക്, ഒരു ജാബ്, അതിലും തീർന്നില്ലേ ഒരു അപ്പക്കട്ട്, നീ തീർന്നടാ. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാല് മാൻ കരാട്ട, നമ്മുടെ ശിവകാർത്തികന്റെ സിനിമ, ഗോദ, മറ്റേ നമ്മുടെ ആര്യയുടെ ഒരു ഫിലിം ഉണ്ടല്ലോ, എന്താ പേര്, സർപ്പാട്ട പരമ്പര എന്ന് പറഞ്ഞ ആ സിനിമ, അങ്ങനെ കുറച്ച് സിനിമകൾ എൻ്റെ മനസ്സിൽ വന്നു. ഇതിനൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു ദാവീദ് എന്ന സിനിമ തോന്നിയത്. കാരണം അതിലൊക്കെ കണ്ടുവന്നിട്ടുള്ള കഥകൾ, നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കഥകളെ വേറൊരു രീതിയിൽ ചെയ്ത ഒരു സിനിമയാണ് ദാവീദ് എന്ന സിനിമ. മലയാള സിനിമ ഇപ്പോഴത്തെ കിടപ്പ് വശം വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോളൂ. ഓക്കെ, എനിക്ക് ഈ സിനിമ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇതാണ് വൈസ് എൻ്റെ ദാവീദ് എന്ന സിനിമയുടെ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങ് അമർത്തിയേക്കണം. അപ്പോൾ എല്ലാ ദാവീദിൻ്റെ മക്കൾക്കും ബൈ ബൈ.